നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫിഫി ഐലൻഡിൽ പോയതിന്റെ എപ്പിസോഡുകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ചെന്നപ്പോഴേ ഫസ്റ്റ് കാര്യം ചെയ്തിട്ടോ എന്താ നമ്മൾ ഫുഡ് കഴിച്ചില്ലേ? ഞങ്ങോട്ടാ പോണ നമ്മള് വെള്ളത്തിൽ കിടക്കാൻ പോകും. കിടക്കാൻ ഇവിടെ മുക്കാനോ? കഴിച്ചതിന് ശേഷം കഴുകൽ പരിപാടിയായിരുന്നു, അതും അമ്പുവിനെ. പക്ഷെ അവൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. തൽപരകക്ഷിയല്ല അവൻ. ഈ കടാപ്പുറത്തിടുന്ന മീനും മാരി കക്കയും മാരി ശിരസിൽ ഉപ്പുള്ളെങ്കിൽ ഇറക്കാൻ ഇഷ്ടം. എന്ത് ചെയ്യാനാ, മോനായി പോയില്ലേ. എന്റെ പൊന്നമ്പുടുവേ, ടു ഫാമിലി അറ്റാച്ച് വിത്ത് ബാത്റൂം യോസ് വിത്ത് ലിങ്ക് എന്ന് വെച്ചാൽ നിന്റെ ലിങ്കും ചെത്തി ഉപ്പിലൂടെ പാട്ടി എന്ന ഉദ്ദേശിച്ചത് ഞാൻ. പക്ഷെ എനിക്ക് അവനെ കാണുമ്പോൾ നിന്റെ സ്നേഹം വരും. അതിമനോഹരമായ കുന്നുകളും മലകളും മരങ്ങളും അതിലും അടിപൊളിയായ മനുഷ്യന്മാരെയും ഞാൻ കണ്ട് സംതൃപ്തി അടഞ്ഞു. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് തായ്ലൻഡിലെ മിക്കവരും ചെയ്തൊരു മൗത്ത് എക്സസൈസ് ആണ്. ഇതുകൊണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ടൈറ്റ് ആവും. ഇപ്പൊ കിട്ടും. തെക്കോട്ട് നോക്കിയിരുന്നു ചെറുക്കൻ എന്തോ കോപ്രായം കാണിച്ച് ഞങ്ങൾ കൂടെ കാണിച്ചു, അത്രേ ഉള്ളിട്ടാ. അങ്ങനെ ഫിഫി ഐലൻഡിലെ ഐലൻഡിനോട് വിട പറഞ്ഞ് ഞങ്ങൾ സ്നോർക്കലിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ, കാരണം ശീതമയ്ക്ക് വരെ പേടിയാണ്. പക്ഷേ ഈ സമയത്ത് മറ്റൊരു കാര്യം ഉണ്ടായി. ഇത് കേട്ട സീതമ്മയുടെ മനസ്സിലെ പാട്ട് ഞാൻ ഇവിടെ ഇട്ട് തരാം. ശേഷം ഞങ്ങൾ മായാബേ ബീച്ചിലേക്ക് പോയി. അത് ഒരു അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. ഈ ഇരിപ്പ് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, അവന്റെ ശരിക്കുള്ള നിറം ഇപ്പൊ പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ കുട്ടികളുള്ള അച്ഛനമ്മയാണെങ്കിൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികളെ മാക്സിമം കൊണ്ടുവരാണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത ക്ലിപ്പ് നോക്കി. അവസാനം നമ്മൾ വടക്കാളിയെ താഴെ ഇറക്കി. ഞങ്ങളി വെള്ളം വല്ലതും വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? എന്ത് ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? എടാ മരപ്പെട്ടി, നിന്നെ ഞാൻ പിടിച്ച് കച്ചാവുണ്ടല്ലോ എന്നാണ് ഞാൻ വളരെ വാത്സല്യത്തോട് പറയുന്നത്. അവനെ കണ്ട എനിക്ക് സ്നേഹം വരുന്നത്. ഞങ്ങളെ അവൻ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. ശേഷം മായാബേ ബീച്ചിൽ ഞാൻ കാൽപദം പതിപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ കണ്ട കാഴ്ച, അവനിത് കടലിലെ തിരയുണ്ടെന്നല്ല, പിന്നെയോ ഇത് കേട്ടപ്പോ അവന്റെ അമ്മ പറയാണേ, തന്തയുടെ ഗുണം 10 ഗുണമെന്ന്. ആഹാ, അതും എന്റെ പട്ടിലേക്ക് നമുക്ക് തെറ്റ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള പെൺകുട്ടിയെ വശീകരിക്കുകയാണ്. തായ്ലൻഡിൽ പോയി അടി വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് അവനെ എങ്ങനെയൊക്കെയോ വിളിച്ചോണ്ട് തിരിച്ചു കയറാൻ നോക്കി. പക്ഷേ അവൻ വരുന്നില്ല. നിങ്ങൾ നോക്കിയേ, എന്ത് ഭംഗിയുള്ള വ്യൂ ആണെന്ന്. ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചോണ്ട് ഇരുന്നാ പോരെ, അതിന് പകരം എന്തേ കൊണ്ടുപോയപ്പോഴത്തേക്കും കിടന്ന് കീറുന്നു. വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നു പോകാൻ ഇവൻ ആര്? യേശു ക്രിസ്തുവോ അതോ കടപെട്ടത് കത്തനാരോ? അങ്ങനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ വലിച്ചുകൊണ്ട് പോന്നപ്പോ ഉണ്ട് ആശാന് സ്പൂൺ കൊണ്ട് ഉപ്പ് വെള്ളത്തിന് ഉപ്പ് പോരാ, കലങ്ങിയിട്ടില്ലെന്ന് എന്ന് പറഞ്ഞ് സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യുന്നു. അതും അവനെ ഒരു ഞൗണിക്ക, അവന്റെ കയ്യിലുള്ള അതിലും വലിയ ഞൗണിക്ക സ്പൂൺ. എന്തായാലും ഈ കലക്കൽ പരിപാടി നാളെ വെളുപ്പിന് വരെ തുടരുമെന്ന് എനിക്ക് ഉറപ്പായി. എന്തൊക്കെയാലും അവൻ കയറുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും കയറുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് തൊട്ടടുത്തുള്ള പെൺകുട്ടി ദേ കരയിലോട്ട് കയറിപ്പോയി. ഇത് കണ്ടപ്പോൾ ദാ ഊടുന്ന ഓട്ടം കണ്ടോ? ഇവനൊന്നും പറയാൻ പറ്റില്ല, വല്ലതും പറഞ്ഞാലേ അച്ഛൻ്റെ അതേ സ്വഭാവം എന്നാ എൻ്റെ അമ്മ പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.